അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചയുടെ അന്തിമ ഘട്ടങ്ങളും പരാജയത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ വഴി അമേരിക്കക്ക് നൽകിയിട്ടുള്ള മറുപടി, ഇറാൻ നൽകിയ മറുപടി ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ട്രംപ് റിജക്ട്സ് ഇറാൻസ് പീസ് പ്രപ്പോസൽ ആസ് ടോട്ടലി അൺആക്സെപ്റ്റബിൾ. അതിൽ ഒന്നും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് അത് റിജക്ട് ചെയ്തിരിക്കുന്നത്. ട്രംപ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് ജസ്റ്റ് റീഡ് ദി റെസ്പോൺസ് ഫ്രം ഇറാൻസ് സോ കാൾഡ് റെപ്രസെന്റേറ്റീവ്. ഇറാന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് പറയുന്നവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മറുപടി, നിർദ്ദേശങ്ങൾ ഞാനത് വായിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ടോട്ടലി അൺആക്സെപ്റ്റബിൾ. അതിലുള്ള ഒരു കാര്യവും സ്വീകാര്യമല്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ട്രംപ് നൽകിയ ഈ മറുപടിയെ കുറിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല. ഈ ഇറാനിലുള്ള ഒരാൾക്കും ട്രംപിനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ ട്രംപ് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നിലവിലെ സാഹചര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയല്ല ജയിച്ചു നിൽക്കുന്നത്, ഇറാനാണ്. അതുകൊണ്ട് ഇറാൻ പറയുന്ന നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ട്രംപ് തയ്യാറാകണം. ലോക പോലീസാണ് എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ട്രംപ് താഴോട്ട് വരണം എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ്, ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും എവിടെയെല്ലാമാണ് ഉള്ളത്, അതായത് അമേരിക്കയ്ക്ക് എന്തെങ്കിലും മേൽക്കോയ്മ ഇറാനു മേൽ നേടാൻ സാധിച്ചിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കണം ട്രംപ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ ട്രംപിന് സാധിക്കാത്തത് കൊണ്ടാണ് ഇറാന് മുന്നിൽ നിരന്തരമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ട്രംപിനോട് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അമേരിക്കക്ക് മുന്നിൽ ഇറാൻ അവസാനഘട്ട സമാധാന ചർച്ചയ്ക്കുള്ള കാര്യങ്ങളായി ഇറാൻ പരിഗണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. റിമൂവിങ് ആൾ സാങ്ഷൻസ്. എല്ലാ ഉപരോധങ്ങളും നീക്കിക്കളയണം, എടുത്തു കളയണം. ഇറാന് മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള വർഷങ്ങളായി നിലനിൽക്കുന്ന എല്ലാ ഉപരോധങ്ങളെയും ഒഴിവാക്കണം. രണ്ടാമത്തേത് എൻഡിങ് ദി നേവൽ ബ്ലോക്കേഡ്. അമേരിക്ക ഇപ്പോൾ നാവിക തലങ്ങളിൽ ഇറാന്റെ കപ്പലുകൾക്കും മറ്റും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ അത് അവസാനിപ്പിക്കുക. അൺഫ്രീസിംഗ് ഇറാനിയൻ ഫണ്ട്സ്. ഇറാന്റെ കണ്ടുകെട്ടിയ ഫണ്ടുകളെല്ലാം തിരിച്ചു നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീസ് ചെയ്ത എല്ലാ ഫണ്ടുകളും, ട്രില്യൺ കണക്കിന് ഡോളറുകളുണ്ട്, അതെല്ലാം തിരിച്ചു നൽകണം. മാത്രമല്ല ഫുൾ കൺട്രോൾ ഓഫ് ദി സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്. ഹോർമുസിന്റെ പൂർണ്ണമായ കൺട്രോൾ ഇറാന് നൽകണം എന്നാണ് ഇറാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സീസ് ഫയർ ഇൻ ദി ലെബനാൻ. ഈ പ്രവിശ്യയിൽ മൊത്തം വെടിനിർത്തൽ വേണം. പ്രത്യേകിച്ച് ലെബനാനിൽ ഇതോടൊപ്പം, അതായത് ഇറാനുമായി ഏതൊരു കരാറാണോ നിലനിൽക്കുന്നത് അതെല്ലാം ലെബനാനും ബാധകമാണ്. അവിടെയും പിന്നീട് യുദ്ധമുണ്ടാകാൻ പാടില്ല എന്ന ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ട്രംപിന് സ്വീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഇറാന്റെ ഈ നിർദ്ദേശം വന്ന ഉടനെ തന്നെ ട്രംപിന് നെതന്യാഹു ഫോം വിളിച്ചിരിക്കുകയാണ്. കാരണം ഈ കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ തോറ്റ് തൊപ്പിയിട്ട് പോകേണ്ട സാഹചര്യം നെതന്യാഹുവിന് ഉണ്ടായി എന്ന് ലോകം മനസ്സിലാക്കും. കാരണം ലെബനാനിലെ വെടി നിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ലെബനാനിൽ ഇറാന്റെ ആയുധങ്ങളുടെ ശേഖരങ്ങളായിരിക്കും അന്ന് കുമിഞ്ഞുകൂടുക. അതെല്ലാം ഇസ്രായേലിന് വലിയ രൂപത്തിലുള്ള തലവേദനയായി മാറും അടുത്ത വർഷങ്ങളിൽ എന്ന് ഇസ്രായേലിന് അറിയാം. അതുകൊണ്ട് ലെബനാനെ പൂർണ്ണമായും നിരായുധീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, യുദ്ധം മുഖേന ബലമായി നിരായുധീകരിക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് മുന്നിൽ ഇങ്ങനെയുള്ള ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ഈ ട്രംപ് ഇത് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. ട്രംപ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇറാൻ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ഇതൊന്നും സ്വീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല, എല്ലാം തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സാഹചര്യങ്ങൾ എന്തായിരിക്കുമെന്നതാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും അമേരിക്ക പൂർണ്ണമായ ഒരു യുദ്ധം ഇറാനുമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം അമേരിക്ക തന്നെ വെടിനിർത്തൽ ഉണ്ടാക്കുന്നു. ആ വെടിനിർത്തൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നു. അതിനിടയിലെല്ലാം ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ ഭീഷണിപ്പെടുത്തിയാലും ഈ രീതിയിൽ തന്നെ, അത് യുദ്ധമില്ലാതെ തന്നെ അത് തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ സംബന്ധിച്ചിടത്തോളം പരാജയം ഇപ്പോൾ ഉണ്ടായത് അമേരിക്കക്കാണ്. അതുകൊണ്ട് തങ്ങൾ ഒരു കാര്യത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് ഇറാൻ കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും